I declare that Pavanatma region on 2nd December 1999 is elected Province Jivodaya with a unanimous vote of extraordinary general synaxis. ഇത് ജൂബിലി വർഷം. പിന്നിട്ട വഴികളിൽ സ്വീകരിച്ച നന്മകളുടെ ഭാരത്താൽ കൃപയുടെ ത്രാസ് താഴുകയാണ്. യുദ്ധക്കെടുതികളും കടുത്ത വറുതിയും കേരളക്കരയെ വിഴുങ്ങിയ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കുടുംബങ്ങൾക്കായി തെളിയിക്കപ്പെട്ട കെടാവിളക്ക് വിശുദ്ധ മറിയം ത്രേസ്യ. ജാതി വ്യവസ്ഥയുടെ തൊട്ടുതീണ്ടലിൽ അധസ്ഥിത വർഗം ഞെരിഞ്ഞമരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് ക്രിസ്തുവിൻ്റെ വിപ്ലവ വീര്യം നെഞ്ചിലേറ്റി സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയവൾ മറിയം ത്രേസ്യ. പുത്തൻചിറയുടെ കന്യാസ്ത്രീ. തകരുന്ന കുടുംബങ്ങളെ നോക്കി തമ്പുരാന്റെ മുൻപിൽ തപസ്സിരുന്ന ആ പെൺകുട്ടിക്ക് ദൈവം കനിഞ്ഞു നൽകിയ വരദാനമാണ് കുടുംബ പ്രേഷിതത്വം എന്ന കാരിസം. പാഷൻ ഫോർ ക്രൈസ്റ്റ്, പാഷൻ ഫോർ ഹ്യൂമാനിറ്റി. സന്യാസത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുത്തൻ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള ഈ യാത്രയിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ കൈപിടിക്കാൻ ദൈവമയച്ച സഹായകനായിരുന്നു ക്രാന്തദർശിയായ ധന്യൻ ജോസഫ് ഹൃദയത്തിൽ. 1914 മെയ് 14-ാം തീയതി തിരുക്കുടുംബ സന്യാസിനി സമൂഹ സ്ഥാപന വേളയിൽ യോഹന്നാൻ മേനാച്ചേരി പിതാവ് പറഞ്ഞു: ത്രേസ്യയ്ക്കും ത്രേസ്യയെപ്പോലുള്ളവർക്കുമായി തിരുക്കുടുംബത്തിൻ്റെ നാമത്തിൽ ഇതാ ഒരു പുതിയ സന്യാസിനി സമൂഹം. പല രൂപത്തിലും ഭാവത്തിലും മറിയം ത്രേസ്യയുടെ കാരിസം ജീവിക്കാൻ ആഗ്രഹിച്ചു വന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. 1978 കോൺഗ്രിഗേഷൻ തൃശ്ശൂർ, പാലക്കാട്, ഇരിങ്ങാലക്കുട എന്നിങ്ങനെ 3 പ്രോവിൻസുകളായി തിരിഞ്ഞു. ഇന്ന് CHF സഭാതരുവിൻ്റെ ശാഖകൾ 5 ഭൂഖണ്ഡങ്ങളിൽ 10 പ്രോവിൻസുകളിലായി വിശുദ്ധ മറിയം ത്രേസ്യയുടെ പ്രേഷിത ചൈതന്യം തുടരുന്നു. പാവനാത്മ പ്രോവിൻസ് 1970-കളിൽ സമൂഹ സ്ഥാപകയുടെ കാൽപ്പാടുകൾ തേടിപ്പോയതിൻ്റെ പ്രതിഫലനമായാണ് എറണാകുളം അതിരൂപതയിലുള്ള DFA ഭവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് റീജിയൻ ആരംഭം. 1998 പ്രഥമ റീജിയണൽ അസംബ്ലിയിൽ വെച്ച് റീജിയണൽ സുപ്പീരിയറായി ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയറ്റ നിയമിതയായി. കുടുംബപ്രേക്ഷിതത്വത്തിലും അനുയോജ്യമായ പ്രവർത്തനങ്ങളിലും ലക്ഷ്യം വെച്ച് രൂപം കൊണ്ട നമ്മുടെ റീജിയൻ നവജാത ശിശുവിനെ പോലെ വളർത്താൻ എത്ര പ്രയാസമുണ്ടോ അതുപോലെ തന്നെയാണ് റീജിയനെ വളർത്തുവതാക്കാനുള്ള അധ്വാനവും. അതിനാൽ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. നമ്മുടെ റീജിയൻ ഗാനം ഒരിക്കൽ കൂടി നമുക്ക് പ്രചോദനമാകട്ടെ. ഒന്നു ചേർന്നു നമ്മളിന്നു സ്നേഹഗീതം പാടിടാം, ഒത്തുചേർന്നു നമ്മളിന്നു നന്മയിൽ നിരന്നു നീങ്ങിടാം. സോദരരെ സ്നേഹമോടെ ഒന്നു ചേർന്നു നമുക്ക് പാടിടാം. റീജിയണൽ ഹൗസിൻ്റെ ശിലാസ്ഥാപനം മുതൽ പ്രചോദനവും പ്രോത്സാഹനവും നൽകിയ പാവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ മേരി പാസ്റ്ററിനോടും ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരുവോളം അഭയം നൽകിയ SABS ജനറലേറ്റ് സമൂഹത്തോടും പ്രോവിൻസ് കടപ്പെട്ടിരിക്കുന്നു. 2000 ആണ്ട് മഹാജൂബിലി വർഷം. സമൂഹ സ്ഥാപക വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ ഇരട്ടി മധുരവുമായാണ് ജീവോദയ പ്രോവിൻസിൻ്റെ ഉദയം. ജീവോദയ പ്രോവിൻസ് രൂപം കൊണ്ടു എന്നത് CHFനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്.
ഒരേ പ്രോവിൻസിലെ അംഗങ്ങളായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നേറിയിരുന്നവർ 2 വ്യത്യസ്ത പ്രോവിൻസുകളിലെ അംഗങ്ങളായിത്തീരുന്നു. 2 പ്രോവിൻസുകളും തമ്മിൽ സ്നേഹത്തിനും ഐക്യത്തിനും മുന്നേറി അഭിമാനാർഹമായ പാരമ്പര്യം സൃഷ്ടിക്കുവാൻ ഇടവരട്ടെ. അതിനായി ഈശോ മറിയ യോസേഫും അമ്മയും പിതാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. 10 ഭവനങ്ങളിലായി 92 അംഗങ്ങളും 7 അർത്ഥനികളുമായി ആരംഭിച്ച പ്രോവിൻസിന്റെ പ്രഥമ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സിസ്റ്റർ ക്ലെരീസ തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻപേ പറക്കുന്ന പക്ഷിയെപ്പോലെ ഞങ്ങളുടെ വഴികൾ സുഗമമാക്കിയ മുൻ പ്രൊവിൻഷ്യൽ കൗൺസിലുകൾക്ക് പ്രണാമം. കാലാകാലങ്ങളിൽ അനുയോജ്യരായ അധികാരികളിലൂടെ ആവശ്യമായതൊക്കെയും ചേർത്ത് തന്ന് പ്രൊവിൻസിനെ വളർത്തുന്ന ദൈവകരുണയ്ക്ക് നന്ദി. വേണ്ടത്ര അംഗസംഖ്യയോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാതെ ആരംഭിച്ച ജീവോദയ പ്രോവിൻസിന് സാമ്പത്തിക പരാധീനതകൾ മറികടക്കുന്നതിനായി മാതൃ പ്രോവിൻസിന്റെ ഭാഗമായിരുന്ന പൂവത്തുശ്ശേരി സെൻറ് ജോസഫ്സ് ഹൈസ്കൂളും അതിനോട് ചേർന്ന് സെൻറ് പീറ്റേഴ്സ് കോൺവെൻറ്റും കൈമാറി കിട്ടിയത് 2003 അന്ന് അവിടെ ഉണ്ടായിരുന്ന നഴ്സറി സ്കൂളാണ് ഇന്നത്തെ മറിയം ത്രേസ്യ പബ്ലിക് സ്കൂൾ. 2004 ഒക്ടോബറിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചിറ്റാറിൽ ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ എന്ന പേരിൽ ഒരു ICSE സ്കൂൾ കൂടെ. അതിരൂപതയുടെ ഉൾപ്രദേശങ്ങളിൽ ജനങ്ങളോടൊപ്പം ഏറ്റവും പരിമിത സൗകര്യങ്ങളിൽ ജീവിച്ച ഇൻസേർഷൻ കമ്മ്യൂണിറ്റികളും ഹോമിഷൻ ടീമുകളുമായി മുഴുവൻ സമയ പ്രേക്ഷിത ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയവരും കുടുംബ പ്രേക്ഷിതത്വത്തിന് വേറിട്ട വഴികൾ കണ്ടെത്തിയവരും ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ശുശ്രൂഷ ചെയ്തവരുമൊക്കെ കുടുംബങ്ങളെ തന്നെ ലക്ഷ്യം വെച്ച് മുന്നേറാൻ ബദ്ധശ്രദ്ധരായിരുന്നു. കുടുംബ സന്ദർശനങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, വചന പ്രഘോഷണം, കൗൺസിലിംഗ് ശുശ്രൂഷകൾ, ചേരി പ്രവർത്തനങ്ങൾ, ജയിൽ മിനിസ്ട്രി, യൂത്ത് പ്രോഗ്രാംസ്, ദമ്പതികൾക്കായുള്ള ധ്യാന പരിപാടികൾ എന്നിവയോടൊപ്പം പ്രോവിൻസ് തനതായ ചില പ്രവർത്തന പദ്ധതികൾക്ക് ഇക്കാലയളവിൽ രൂപം നൽകി. കുട്ടികൾക്കായി ഏഞ്ചൽസ് ആർമി, കൗമാരക്കാർക്ക് ബ്ലിസ് ടീൻ, ബ്ലോസം ടീൻ ആൻഡ് ഹെൽത്തി ടീൻസ്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ദിശാദർശൻ, പ്രഭാദർശൻ ആൻഡ് ഉദയദർശൻ. വിവാഹമോചനം, പങ്കാളിയുടെ മരണം, പ്രേമനൈരാശ്യം എന്നിവയിലൂടെ ഒറ്റപ്പെട്ടു പോയവർക്ക് ന്യൂ ബിഗിനിങ്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് കൃപാവേദി. 4 മക്കളിൽ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിംഗ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മരുപ്പച്ച. ലഹരി വിമുക്തർക്കായി AA ഗ്രൂപ്പ്. എയ്ഡ്സ് രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തു പിടിക്കാൻ സാന്ത്വനം. കുടുംബ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കാൻ കാന. ആശ്വാസ്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മനസ്സു തകർന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും എഴുത്ത്, ഫോൺ, കുടുംബ സന്ദർശനം, ധ്യാനം എന്നിവയിലൂടെ പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറാനുള്ള കരുത്തു പകരുന്ന മിനിസ്ട്രിയാണ്. ആരോരുമില്ലാത്തവരെ സഹായിച്ച ദൈവം നൽകുന്ന അളവില്ലാത്ത പ്രതിഫലത്തെക്കുറിച്ച് മക്കളെ ഓർമ്മിപ്പിക്കുന്ന മദർ മറിയം ത്രേസ്യയുടെ നാമത്തിലാണ് കാഞ്ഞൂർ നൊവേഷ്യേറ്റ് ഭവനത്തോട് ചേർന്നുള്ള വൃദ്ധമന്ദിരം. ഇതോടൊപ്പം പെരുമ്പടന്നയിലുള്ള ശാന്തി തീരത്ത് ജോയ്സ് ഹോം ആരോരുമില്ലാത്തവർക്കുള്ള മറ്റൊരു അഭയകേന്ദ്രമാണ്. കൗൺസിലിംഗ് സെന്റേഴ്സ് ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോംസ്. ജീവ ഇൻ കൊച്ചി, കൃപ ഇൻ കാവിൽ, കാരുണ്യ ഇൻ മറ്റൂർ, ഉദയ ഞാറയ്ക്കൽ, ശാന്തിതീരം പെരുമ്പടന്ന, ജീവജ്യോതി പുതുവാശ്ശേരി. മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷവൽക്കരണം. സാഹചര്യങ്ങൾ അനുകൂലമാകാൻ കാത്തിരിക്കാതെ വചനപ്രഘോഷണത്തിന് ലഭിച്ച അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയതിൻ്റെ തെളിവുകളാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഗുഡ്നസ്, ഷാലോം TV-കളിലൂടെ അവതരിപ്പിക്കപ്പെട്ട
സിസ്റ്റർ അമ്മയും കൂട്ടുകാരും, വേദകീർത്തനം, വചനദയാസാഗർ, വചനവിരുന്ന്, കുടുംബദീപം എന്നീ പരിപാടികളും ജീവോദയ കമ്മ്യൂണിക്കേഷൻസ്, ശാന്തിതീരം ഹാർമണി ആൻഡ് ഫാമിലി സ്റ്റാർ എന്നീ യൂട്യൂബ് ചാനലുകളും. 18ാം ജനറൽ സിനാക്സിസ് തീരുമാനമനുസരിച്ച് പ്രോവിൻസ് ആരംഭിച്ച വിദേശ മിഷൻ ലാറ്റിൻ അമേരിക്കയിലെ ഇക്വദോർ ആണ്. പ്രോവിൻസിൽ നിന്നുള്ള 6 സഹോദരിമാർ ഇക്വദോറിൽ ചെയ്യുന്ന ത്യാഗപൂർണമായ സുവിശേഷ വേലയെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 2023 ഇക്വദോർ മിഷനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ജർമ്മനിയിലെ നമ്മുടെ ഭവനം. പ്രോവിൻസിൽ ഊർജ്ജസ്വലതയോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന 13 സഹോദരിമാരാണ് ഈ ജൂബിലി വർഷത്തിൽ ആഫ്രിക്കയുടെ കഠിനതകളെ സ്വമനസ്സ ആശ്ലേഷിക്കുന്നത്. കൂടുതൽ ഫലദായകമായ വിധം പ്രേക്ഷിത ചൈതന്യം ജീവിക്കുവാൻ ഈ സഹോദരിമാർക്ക് സാധിക്കട്ടെ. ഇന്നിപ്പോൾ 19 ഭവനങ്ങളും 131 സിസ്റ്റേഴ്സും 10 അർത്ഥനികളുമായി സമൂഹം മുന്നേറുകയാണ്. സ്ഥാപനങ്ങളായി 5 കൗൺസിലിംഗ് സെന്റേഴ്സും 2 ഏജ്ഡ് ഹോമുകളും 3 സ്കൂളുകളും നമുക്കുണ്ട്. വൃക്ഷങ്ങൾ പാകമാകുമ്പോൾ പൂത്തുലഞ്ഞ് ഫലങ്ങൾ നൽകുന്നു. അവ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്ന ഈ തലമുറയേക്കാൾ അനുഗ്രഹീതർ ജീവനും ആയുസ്സും വിലയായി നൽകി അവയെ വളർത്തിയവരാണ്. തങ്ങളുടെ അധ്വാനവും ആത്മീയതയും പകുത്തു നൽകി കടന്നുപോയ സ്വർഗവാസികളോടൊപ്പം ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട അമ്മമാർക്ക് ആദരാഞ്ജലി. പ്രളയത്തിനും പകർച്ചവ്യാധികൾക്കും തടഞ്ഞു നിർത്താനാകാത്ത ആത്മവീര്യത്തോടെ ഇന്നോളം കുതിച്ചുപായാൻ കരുത്തു നൽകിയ തമ്പുരാന് നന്ദി. കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ആദ്യ നാളുകളിൽ ദൂതന്മാരെന്നതുപോലെ സഹായിക്കാൻ ഞങ്ങൾക്കായി സുമനസ്സുകളെ ഉണർത്തിയ പരിശുദ്ധാരൂപിക്ക് വന്ദനം. നിയോഗവും വിളിയും നൽകി കൈപിടിച്ചു കൊണ്ടു നടക്കുന്ന ക്രൂശിത ചൈതന്യത്തിന് മഹത്വം. കുടുംബങ്ങളുടെ തകർച്ച CHFന്റെ തീരാ നൊമ്പരമാണ്. തകരുന്ന വ്യക്തിബന്ധങ്ങൾ മനസാക്ഷിയിൽ ഉണർത്തുന്ന ദൗത്യബോധത്തിൻ്റെ തീവ്രതയാണ് അമ്മയെപ്പോലെ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമാകാൻ ഓരോ സഹോദരിയെയും പ്രേരിപ്പിക്കുന്നത്. അനുഗ്രഹമാകണം അനേകം വ്യക്തികൾക്ക്, പിന്നെ കുടുംബങ്ങൾക്ക്. നന്ദി.